വന്നു ഇപ്പൊ ഡിബേറ്റ് കാണുമ്പോൾ ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥയായിട്ടുണ്ട് നമുക്ക്. ന്യൂസ് എന്നുള്ളതിന്റെ അർത്ഥം തന്നെ അതല്ലല്ലോ. ഡിബേറ്റുകളിൽ പോലും നമ്മൾ ഒട്ടും ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ സംസാരിക്കുന്നില്ല. അഥവാ വരുന്നവർ സംസാരിച്ചാലും അപ്പൊ തന്നെ അത് ആങ്കർ അത് വേണ്ട എന്നുള്ള രീതിയിൽ അതിര് വിട്ടിട്ട് നമ്മുടെ ഡിബേറ്റുകളിലാണെങ്കിലും പോവില്ല. പലർക്കും ഒരു ജനറൽ നോളജ് വളരെ കുറവാണെന്നുള്ളത് തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ഇത് മാത്രമല്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു കാര്യം പറയുന്നു, ഇതിന്റെ ഒരു കുറച്ച് ബാക്കിലോട്ടൊരു ഹിസ്റ്ററി ചോദിച്ചാൽ പലർക്കും അറിയില്ല. തീർച്ചയായിട്ടും എനിക്ക് പല സമയത്തും സെൻസേഷണലിസം അങ്ങ് കൂടിയിട്ട് നമുക്ക് ഭയങ്കര ശ്വാസമുട്ടലും പിന്നെ ഒരു ഭയങ്കര നെഗറ്റിവിറ്റി ചില സമയത്ത് ഫീൽ ചെയ്യും. തമാശയ്ക്ക് പറഞ്ഞാൽ പോലും ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് ആലോചിക്കാതെ എവിടെയും ഒരു മയക്കം കൊണ്ട് ഇടിച്ചു കയറാം എന്നുള്ള ആ ഒരു ഇതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. പലരും പറയുന്നു ഞങ്ങൾ തിരിച്ച് ദൂരദർശനിലേക്ക് വരികയാണ്, എന്തൊരു സമാധാനം, ന്യൂസ് മാത്രം. വാക്കുകള് വാഴപ്പഴം, ഭാര്യ ഭർത്തൃബന്ധം, അങ്ങനെ കുറെ ഒരു 10-20 വാക്കുകൾ, പിന്നെ ഒരു ന്യൂസിന്റെ ഒരു സ്ക്രിപ്റ്റ്. ആ ഓഡിഷൻ കഴിഞ്ഞപ്പം അതിൽ സെലക്ടഡ് ആയവർക്ക് പിന്നെ ഒരു ഇന്റർവ്യൂ. പക്ഷെ ഇത് ആക്ച്വലി ഒരു കണക്കുകൂട്ടലല്ല. എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നത്, എനിക്ക് ഈ 9 to 5 ജോബിനോട് ഒരു താല്പര്യമില്ലായിരുന്നു. തട്ടേക്കാട് ബോട്ട് അപകടം നടന്ന് അത് ഇതുപോലെ ഞങ്ങൾ രാത്രി 2 മണിവരെയൊക്കെ ന്യൂസ് ബുള്ളറ്റിനൊക്കെ പോയി. അപ്പൊ അതൊക്കെ നമുക്ക് ഒരു എന്തോ മനസ്സിൽ നമ്മൾ വായിക്കുമ്പോഴും നമ്മൾ വിഷ്വൽസ് ഒക്കെ കാണുമ്പോഴും ഒരു അതെ maybe I am very loyal to ദൂരദർശൻ. എനിക്ക് ഓഫേഴ്സ് വരാതെയല്ല, ഓഫേഴ്സ് വന്നിട്ടുണ്ട്, പല പ്രൈവറ്റ് ചാനലുകളിൽ നിന്നും വന്നിട്ടുണ്ട്. പക്ഷെ എന്തോ എനിക്ക് ഇതെന്റെ മദർ ഓർഗനൈസേഷൻ, എനിക്ക് അവിടുന്ന് വിട്ടുപോകാനുള്ള ഒരു തോന്നിയില്ല. ടൈപ്പ് റൈറ്ററാണ് ഞങ്ങളൊക്കെ പഠിച്ചത്, പഴയ ലിപിയാണ്. അപ്പൊ ഈ പുതിയ ലിപിയിൽ മറ്റേ ക എന്നൊക്കെയുള്ള സാധനങ്ങളെല്ലാം ടൈപ്പ് റൈറ്ററിൽ വെച്ച സാധനം. അന്നൊക്കെ ഗ്രാഫിക്സ് ഒക്കെ പേപ്പറിൽ എഴുതിയ ഗ്രാഫിക്സ് ആണ്. ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയില്ലായിരിക്കും, പണ്ടൊക്കെ എല്ലാവരും കളിയാക്കി പറയുമായിരുന്നു ഈ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു, കാർഡ് വരുമല്ലോ. അതൊക്കെ ഇങ്ങനത്തെ കാർഡ് ബോർഡ് അതിനകത്ത് എഴുതിയാണ് ക്യാമറയുടെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഈ വരുന്നത്. അപ്പം ക്യാമറ നോക്കുക, വായിക്കുക, നോക്കുക. അപ്പൊ നമ്മള് ലൈൻ വിടാതെ വേണം, തല പൊക്കി തിരിച്ചു വരുമ്പോ ലൈൻ പോകരുതല്ലോ നമ്മൾ. അപ്പൊ അതുകൊണ്ട് ഒരു അഭ്യാസമായിരുന്നു. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആണ് ഇന്ന് ഗസ്റ്റ്. സോ ലെറ്റ് മീ വെൽക്കം ഹേമലത. ഹായ് മാം, നമസ്കാരം, വെൽക്കം ടു ദി ഷോ. ഈ ഒരു എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് ദൂരദർശൻ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ന്യൂസിനോട് താല്പര്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. കാരണം കുറച്ച് ചെറുതായിരുന്നപ്പോൾ തന്നെ അച്ഛൻ ന്യൂസ് പേപ്പറൊക്കെ ആദ്യം ഏത് പേജാണ് ഇഷ്ടം. അപ്പൊ ചിലപ്പോൾ ആദ്യം സിനിമകളുടെ പരസ്യം നോക്കി, പിന്നെ സ്പോർട്സ് പേജ് നോക്കി, അങ്ങനെ പഠിച്ചു. അപ്പം ആ ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ആക്ച്വലി ഈ ഫീൽഡിലേക്ക് വന്നത്. അല്ല, ആ ഒരു ടൈമില് നമ്മുടെ ദൂരദർശൻ എന്ന് പറയുന്നത് ലൈക്ക് ജസ്റ്റ് സ്റ്റാർട്ടിങ്. ഐ മീൻ നമ്മൾ ആ ഒരു ടെലിവിഷൻ കൾച്ചർ ജസ്റ്റ് സ്റ്റാർട്ടിങ് ആണ്. അപ്പൊ അതിന് മുന്നേ നമുക്കൊരു ബെഞ്ച് മാർക്ക് ഒന്നുമില്ല. അതായത് നമ്മളാണത് ക്രിയേറ്റ് ചെയ്യണത്. അതെ, യുവർ സ്റ്റൈൽ, യുവർ വേ ഓഫ് അല്ലെ പ്രസന്റേഷൻ, ഇതൊക്കെ നമ്മുടെ ആ ഒരു സ്റ്റൈൽ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുത്തു ആൻഡ് അതെങ്ങനെയായിരുന്നു ആ ഒരു ജേർണി? ഡൽഹിയിലുള്ള ന്യൂസ് മാത്രമേ നമ്മൾക്ക് ഒരു അപ്പൊ ശരിക്കും എനിക്കൊരു റോൾ മോഡൽ ഉണ്ടായിരുന്നു, നീതി രവീന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ വായിക്കുന്നത്. ആക്ച്വലി ആ നീതി രവീന്ദ്രന്റെ ഇത് കണ്ടാണ് എനിക്ക് ശരിക്കും ഈ ഒരു അപ്പൊ ഇവിടെ തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോ നാച്ചുറലി ഒരു ആഗ്രഹം വന്നു പോകാനുള്ള. അപ്പൊ ഞങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടേതായ ഒരു സ്റ്റൈല് അതെങ്ങനെ ക്രിയേറ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു നാച്ചുറലായിട്ട് വന്നൊരു സ്റ്റൈലാണ്. നമ്മൾ അന്ന് ശരിക്കും പറഞ്ഞാല് ദൂരദർശൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും വായിക്കൽ രീതിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ആർട്ടിഫിഷ്യൽ ആക്കുകയും വേണ്ട, അങ്ങനെ ഒരു പ്രസന്റേഷൻ സ്റ്റൈല് വേണ്ട. ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ തുടങ്ങി, അങ്ങനെ ഞങ്ങളൊരു സ്റ്റൈല് അങ്ങ് തുടങ്ങിയതാണ്. കാരണം അന്ന് വേറെ ആരും ഇല്ല, ആദ്യമായിട്ട് വരുന്ന ഒരു വിഷ്വൽ മീഡിയ ആണ് കേരളത്തില്. നാട് എന്ന് പറയുമ്പം അച്ഛൻ കോട്ടയം, അമ്മ ചെങ്ങന്നൂര്. പക്ഷെ അച്ഛൻ ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ ട്രാൻസ്ഫർ അനുസരിച്ച് കേരളം മുഴുവൻ സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് വന്ന് സെറ്റിൽ ചെയ്തവരാണ്. സ്റ്റഡീസ് ഒക്കെ നമ്മള്, അതായത് ചേച്ചി ഒരു ഡ്രീം ആയിരുന്നു. ലൈക്ക് ഇപ്പൊ നമ്മളിങ്ങനെ ചിലർ പറയും നമ്മുടെ കരിയർ നമ്മൾ ഒരിക്കലും പ്ലാൻഡ് അല്ലായിരുന്നു. അപ്പൊ അല്ലെങ്കിൽ ന്യൂസ് റീഡിങ് ഇങ്ങനെ ഇത് നമ്മള് അപ്പൊ ഒരു കരിയർ ഓപ്ഷൻ വരെ അല്ല. അപ്പൊ ചേച്ചി പഠിച്ചത് എന്താണ് ബേസിക്കലി? ഞാൻ പഠിച്ചത് മാത്തമാറ്റിക്സ്. എന്തിലും ഒരു കണക്കുണ്ട് നമുക്ക് മനസ്സിലാക്കിയപ്പോ മൊത്തൊരു കണക്കുകൂട്ടലാണല്ലേ. പക്ഷെ ഇത് ആക്ച്വലി ഒരു കണക്കുകൂട്ടലല്ല. എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നത്, എനിക്ക് ഈ 9 to 5 ജോബിനോട് ഒരു താല്പര്യമില്ലായിരുന്നു. അപ്പൊ എന്തെങ്കിലും സംതിങ് ഡിഫറെന്റ് എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ചേച്ചി അപ്പൊ ഒട്ടും എക്സ്പെക്ടഡ് അല്ലെന്നാണ്. അപ്പൊ ചേച്ചിക്ക് ഒരു പ്രോസസ് ഓർമ്മയുണ്ട്? ആ ഒരു ഓഡിഷൻ എങ്ങനെയാണ്? അത് ന്യൂസ് പേപ്പർ ആഡോ അങ്ങനെ എന്തെങ്കിലും ആണോ? എങ്ങനെയായിരുന്നു അതിലേക്ക്?
ആകാശവാണിയിൽ റേഡിയോയില് ഇങ്ങനെ ഒരു ദൂരദർശൻ തുടങ്ങുന്നു. അപ്പം അന്ന് അനൗൺസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതും കൂടെ ഉണ്ട് ദൂരദർശനില്. അപ്പൊ അനൗൺസേഴ്സിനെയും ന്യൂസ് റീഡേഴ്സിനെയും വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിനൊരു ഓഡിഷൻ പ്രോസസ് ഉണ്ടായിരുന്നു. കുറെ ആപ്ലിക്കൻസ് ഒക്കെ വന്ന് അങ്ങനെയായിരുന്നു. അതെ അതെ അതെ. അത് എന്നിട്ട് ഞങ്ങളെ ആക്ച്വലി 84 ഒക്ടോബറിലാണ്. ഒക്ടോബറിൽ ഞങ്ങളെ വിളിക്കുന്നു. അപ്പോൾ ഒരു ക്യാമറ ടെസ്റ്റ്, ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ട് അവരൊരു സ്ക്രിപ്റ്റ്, ന്യൂസിന്റെ ഒരു സ്ക്രിപ്റ്റ് തന്നു. പിന്നെ കുറച്ച് കട്ടിയുള്ള മലയാളം വാക്കുകൾ, വാക്കുകള് വാഴപ്പഴം, ഭാര്യ ഭർത്തൃബന്ധം, അങ്ങനെ കുറച്ച് സ്ട്രെസ് ചെയ്ത് കുറെ ഉണ്ട്, കുറെ ഒരു 10-20 വാക്കുകൾ. പിന്നെ ഒരു ന്യൂസിന്റെ ഒരു സ്ക്രിപ്റ്റ്. അത് കഴിഞ്ഞിട്ട് ആ ഓഡിഷൻ കഴിഞ്ഞപ്പം അതിൽ സെലക്ടഡ് ആയവർക്ക് പിന്നെ ഒരു ഇന്റർവ്യൂ. അത് ദൂരദർശന്റെ ഡയറക്ടറൊക്കെ ആയിട്ട് ഒരു ബോർഡ് ഒരു ഇന്റർവ്യൂ. അത് കഴിഞ്ഞിട്ട് ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1-ാം തീയതി ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അന്ന് ന്യൂസ് ഇല്ലായിരുന്നു. 2-ാം തീയതി ന്യൂസ് തുടങ്ങി. ന്യൂസ് വായിച്ചു കളഞ്ഞാണ് എന്റെ ഭർത്താവ്. അതിന്റെ അടുത്ത ദിവസം ഞാൻ വായിച്ചു, ജനുവരി 3-ന്. ഇമ്പോർട്ടന്റ് ന്യൂസ് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു മിനിറ്റ് ഒന്ന് സ്റ്റക്കായി പോയ ന്യൂസ്, അങ്ങനെ എന്തെങ്കിലും ഒരു ന്യൂസ് വായിച്ച് ഒരു കുറച്ച് ഇമോഷണൽ ഒക്കെ ആവില്ല നമ്മള് ഒരു വാർത്ത വായിച്ച് കഴിയുമ്പോൾ? അങ്ങനെ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു തട്ടേക്കാട് ബോട്ട് അപകടം നടന്ന അത് ഇതുപോലെ ഞങ്ങൾ രാത്രി 2 മണിവരെയൊക്കെ ന്യൂസ് ബുള്ളറ്റിനൊക്കെ പോയി. അപ്പൊ അതൊക്കെ നമുക്ക് ഒരു എന്തോ മനസ്സിൽ നമ്മൾ വായിക്കുമ്പോഴും നമ്മൾ വിഷ്വൽസ് ഒക്കെ കാണുമ്പോഴും ഒരു അതെ ഒരു വിഷമമാണ്. ഒരു മീഡിയ പേഴ്സൺ ആണ്. അപ്പൊ ആസ് എ ലേഡി എന്തൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നത്? അല്ല, അങ്ങനെ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങനത്തെ ഒരു ചലഞ്ച് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ ഒരു വ്യത്യാസം എനിക്ക് ദൂരദർശനിലും തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു പ്രതിഭ എന്ത് കാര്യത്തിനായാലും ഒരു സ്ത്രീ ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു അവസരം കുറയുകയോ അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ട്? വാട്ട് കെപ്റ്റ് യു ദേർ? അത് ദൂരദർശനോട് ഈ ഒരു അറ്റാച്ച്മെന്റ് എന്തുകൊണ്ടാണ്? എനിക്കറിയില്ല. മേ ബി ഐ ആം വെരി ലോയൽ ടു ദൂരദർശൻ. എനിക്ക് ഓഫേഴ്സ് വരാതെയല്ല, ഓഫേഴ്സ് വന്നിട്ടുണ്ട്, പല പ്രൈവറ്റ് ചാനലുകളിൽ നിന്നും വന്നിട്ടുണ്ട്. പക്ഷെ എന്തോ എനിക്ക് ഇതെന്റെ മദർ ഓർഗനൈസേഷൻ, എനിക്ക് അവിടെ നിന്ന് വിട്ടുപോകാനുള്ള ഒരു തോന്നിയില്ല. അപ്പൊ അതുപോലെ ഇപ്പൊ ഈ കരിയറിൽ കുറെ ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്, ന്യൂസ് റീഡിങ് പലതും മീൻസ് ലൈക്ക് കണ്ടിന്യൂസ്ലി ഫോർ ലോട്ട് ഓഫ് ഇയേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബെസ്റ്റ് ഇന്റർവ്യൂ അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക നമ്മളെ ടച്ച് ചെയ്ത ഒരു ഇന്റർവ്യൂ എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? അതെനിക്ക് സുഗതകുമാരി ടീച്ചറിന്റെ ഇന്റർവ്യൂ ചെയ്തത്. അതാണ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതൊരു എന്നുവെച്ചാൽ ഒരു വളരെ എന്താ പറയാ ഒരു ഇന്റർവ്യൂ എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ വളരെ കവിതകളെ പറ്റി സംസാരിക്കുകയും അതുപോലെ പ്രകൃതിയെ പറ്റിയിട്ടും അങ്ങനെ എന്നുവെച്ചാൽ ഒരു വളരെ നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു. അപ്പൊ ഈ പേപ്പേഴ്സിലാണോ അപ്പം നമ്മള് ന്യൂസ് ഇങ്ങനെ വരുന്നു, നമ്മൾ നോക്കുന്നു ഇങ്ങനെ ആ ഒരു അപ്പൊ പ്രോംപ്റ്റർ ഒന്നും ഇല്ലായിരുന്നു. അത് എത്ര ഡിഫിക്കൽട്ട് ആയിരുന്നു അതിങ്ങനെ നോക്കി ഇങ്ങനെ പറയണം ആ കോണ്ടാക്ട് കാര്യങ്ങള്. അത് അപ്പൊ എങ്ങനെ ഇതിന് നല്ല വിഗറസ് ആയിട്ടുള്ള പ്രാക്ടീസസ് തന്നെ ഉണ്ടായിരുന്നു. പ്രാക്ടീസ് വേണം നല്ലോണം. കാരണം ഈ പറഞ്ഞ പോലെ ആദ്യമൊക്കെ ടൈപ്പ് റൈറ്റർ ആണ്, ആലോചിച്ച് നോക്കാം. അപ്പൊ ഈ മറ്റേ ഞങ്ങളൊക്കെ പഠിച്ചത് പഴയ ലിപിയാണ്. അപ്പൊ ഈ പുതിയ ലിപിയിൽ മറ്റേ കേക്ക എന്നൊക്കെയുള്ള സാധനങ്ങളെല്ലാം അപ്പൊ അത് ടൈപ്പ് റൈറ്ററിൽ വെച്ച സാധനം. അന്നൊക്കെ ഗ്രാഫിക്സ് ഒക്കെ പേപ്പറിൽ എഴുതിയ ഗ്രാഫിക്സ് ആണ്. ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയില്ലായിരിക്കും, പണ്ടൊക്കെ അപ്പൊ എല്ലാരും കളിയാക്കി പറയുമായിരുന്നു ഈ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു കാർഡ് വരുമല്ലോ. അതൊക്കെ ഇങ്ങനത്തെ കാർഡിലാണ്, നമ്മൾ ഒരു കാർഡ് ബോർഡ് അതിനകത്ത് എഴുതിയാണ് ക്യാമറയുടെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഈ വരുന്നത്. അപ്പൊ അത്തരം ഈ ഗ്രാഫിക്സിന്റെ ഈ കാർഡുകൾക്കകത്ത് ഞങ്ങൾ ഓരോ പേപ്പർ പിൻ ചെയ്യും അങ്ങനെ. അപ്പൊ അതുകൊണ്ട് സ്റ്റുഡിയോയിൽ പോകുന്ന ഒരു ഇത്ര വലിയൊരു കെട്ടുമായിട്ടാണ് പോകുന്നത്. എന്നിട്ട് അതിങ്ങനെ മാറ്റുക, അപ്പം ക്യാമറ നോക്കുക, വായിക്കുക, നോക്കുക. അപ്പൊ നമ്മള് ലൈൻ വിടാതെ വേണം. തല പൊക്കി തിരിച്ചു വരുമ്പോ ലൈൻ പോകരുതല്ലോ നമ്മൾ. അപ്പൊ അതുകൊണ്ട് ഒരു അഭ്യാസമായിരുന്നു. ഇപ്പത്തെ ഭയങ്കര ഈസി ആയിരുന്നു ഒന്നല്ലേ? പക്ഷെ അപ്പം നിങ്ങളുടെ അപ്പത്തെ ന്യൂസ് റീഡേഴ്സിന്റെ ഒരു എന്താ സ്പെഷ്യാലിറ്റി വെച്ചല്ലേ, സെലിബ്രിറ്റീസ് ആണ് അപ്പത്തെ അല്ലേ? സെലിബ്രിറ്റീസ് അല്ലേ ചേച്ചി? അത് അങ്ങനെ ഒരു ഭയങ്കര സെലിബ്രിറ്റി മൊമെന്റ് അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ കാണാൻ ആൾക്കാർ വരിക അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഒന്നാമത് സിനിമ കഴിഞ്ഞിട്ട് ഒരു എന്താ പറയാ ഒരു വിഷ്വൽ മീഡിയം കാണുന്നത് ഇപ്പൊ ഈ ടി വി, കേരളത്തിൽ ടി വി വരുന്നത്, അവിടെ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ വളരെ സ്റ്റാർ വാല്യൂ ഉള്ള ആൾക്കാർ, ഒരുപാട് ആരാധക കത്തുകളും വരുന്നതും. അതുപോലെ ഒരു ഇത് എനിക്ക് എപ്പോഴും എനിക്കൊരു മറക്കാൻ പറ്റില്ല. ഒരു കുട്ടി, ആ കുട്ടി ആക്ച്വലി ഞാൻ വന്നപ്പോഴാണ് അറിയുന്നത്, കുട്ടി കാലും ഒക്കെ തളർന്നൊരു കുട്ടിയാണ്.
അപ്പൊ കുട്ടിയുടെ തൊടുപുഴയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ അപ്പൊ കുട്ടിയുടെ അച്ഛൻ ഇങ്ങനെ ഒരിക്കൽ വിളിച്ചു ചോദിച്ചു, മോള് ആകെ കാണുന്നത് എന്റെ ന്യൂസാണ്, അപ്പൊ എന്നെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ കാണണം എന്നൊക്കെ പറഞ്ഞു, വരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ശരി വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ദൂരദർശനിലിരിക്കുമ്പോൾ അവിടെ വരുന്നത്. അപ്പൊ വന്നപ്പോഴും ഞാൻ കാണുന്ന ഈ കുട്ടിയെ അപ്പൊ എടുത്തോണ്ട് വരുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ ആ കുട്ടിയെ അതിന്റെ മുഖത്തെ സന്തോഷവും, എന്നിട്ട് ആ കുട്ടി എന്റെ കയ്യിൽ നിന്ന് വിടുന്നേ ഇല്ല, കയ്യിൽ ഇങ്ങനെ പിടിച്ച് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അത് എനിക്കതൊരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെ ചില കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ദൂരദർശൻ കാണാനായിട്ടൊക്കെ സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന അപ്പൊ ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ അവര് വന്നിങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് ഒരു കുട്ടിയോട് തൊട്ടു നോക്കട്ടെ, കാരണം അവരിതൊരു ചിത്രമായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇത് ശരിക്കും ജീവനുള്ള ആൾക്കാരാണോ എന്നുള്ള അങ്ങനെ ഈ ഇപ്പത്തെ ഒരു ന്യൂസ് റീഡിംഗിന്റെ ഒരു സ്റ്റൈലും ഈ ഫോമാറ്റും ഇതൊക്കെ കാണുമ്പോഴേ ഇത് എന്താ പറയാ ഭയങ്കര ഒച്ചപ്പാടും ഡിബേറ്റുകളും കാര്യങ്ങളൊക്കെയാണ്. മറ്റേത് ഭയങ്കര സട്ടിലായിട്ട് വരുന്നു, ന്യൂസ് വായിക്കുന്നു, അധികം കാര്യങ്ങൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ദൂരദർശൻ ന്യൂസ് ഫോളോ ചെയ്യുന്ന കുറെ പേരുണ്ട്, ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ല. അപ്പൊ ഇത് ചെയ്ത് ഇപ്പോഴേക്ക് തോന്നുന്നുണ്ടോ, അതായത് ഇത് കുറച്ചും കൂടെ സട്ടിലായിട്ട് തന്നെ മതി, ഇപ്പത്തെ ഇത് കുറച്ച് ഒച്ചപ്പാടാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് പല സമയത്തും തോന്നിയിട്ടുണ്ടോ? അല്ല എന്തൊക്കെ ചേഞ്ചസ് വരണമെന്നാണ് മാമിന്റെ ഒരു അങ്ങനല്ല, എനിക്ക് കൂടുതൽ തോന്നുന്നു നമ്മൾ എന്താ കുറച്ച് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഈ സെൻസേഷണലിസം അങ്ങ് കൂടിയിട്ട് നമുക്ക് എന്താ പറയാ ഒരു ഭയങ്കര ശ്വാസമുട്ടലും പിന്നെ ഒരു ഭയങ്കര നെഗറ്റിവിറ്റി ചില സമയത്ത് ഫീൽ ചെയ്യും. നമ്മൾ ഈ ഒരുപാട് അവര് എന്താ പറയാ എന്ത് സാധനത്തിന്റെയും ഒരു നെഗറ്റീവ് സൈഡിലോട്ടും, അതുപോലെ ഇപ്പൊ ഒന്നും വേണ്ട തമാശയ്ക്ക് പറഞ്ഞാൽ പോലും ഒരു ആക്സിഡന്റ് ഉണ്ടായാലും, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു പയ്യന്റെ നമ്മൾ അടുത്ത കാലത്ത് കണ്ട ഒരു സംഭവം, ആ കുട്ടി അതിന്റെ ഭാര്യ വിഷമിച്ചിരിക്കുമ്പോ അതിന്റെ അടുത്ത് പോയി നിന്നിട്ട് എന്താ സംഭവിച്ചത് അങ്ങനെ. അപ്പൊ ഇത് ചോദിക്കും അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് ആലോചിക്കാതെ, കാരണം എവിടെയും ഒരു മൈക്കും കൊണ്ട് ഇടിച്ചു കയറാം എന്നുള്ള ആ ഒരു ഇതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. കാരണം അതുകൊണ്ടാണ് എനിക്കൊന്ന് ഇപ്പോഴും പലരും പറയുന്നു ഞങ്ങൾ തിരിച്ച് ദൂരദർശനിലേക്ക് വരികയാണ്, എന്തൊരു സമാധാനം, ന്യൂസ് മാത്രം. കാരണം ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം എന്താ പറയാ റീജിയണൽ, നാഷണൽ, ഇന്റർനാഷണൽ സ്പോർട്സ് എല്ലാം കൂടെ 15 അരമണിക്കൂറിൽ തീർക്കും. അപ്പൊ അതുപോലെ ചേച്ചി, അപ്പൊ ഈ ദൂരദർശനിന്റെ ഒരു മീൻസ് ഒരു എന്താ പറയാ ഡീമെറിറ്റഡ്, അതായത് അഡ്വാൻസ് ആവുന്നില്ല. നമ്മള് ഇപ്പൊ വിഷ്വൽ വൈസ് ആണെങ്കിലും ഇങ്ങനെ നമ്മളെ കണ്ട ഒരു ഫോമാറ്റ് തന്നെയാണ് നമുക്ക് തരുന്നതാണ് ഒരു റീസൺ പറയണത്. അപ്പൊ അതിനോട് യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ മതി അതുകൊണ്ടാണ് കാണുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും വന്നിട്ടില്ല, ഉണ്ട് ഒരുപാട് ടെക്നിക്കലി. അതെ, തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഗവൺമെന്റ് മീഡിയ ആകുമ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന വിഷ്വൽസ് ആയാലും നമ്മൾ കൊടുക്കുന്ന ന്യൂസുകളായാലും അതിന്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, അത് തീർച്ചയായിട്ടും ഉണ്ട്. അതിപ്പം അങ്ങനത്തെ ഇഷ്ടം ഇപ്പൊ ഈ പറയുന്ന പോലെ ഈ സെൻസേഷൻ ആയിട്ടുള്ള സാധനങ്ങൾ വേണം എന്നുള്ളവര് പോവുമായിരിക്കും, അല്ലാത്തവർക്ക് നമ്മൾ കാണേണ്ട കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വെറുതെ അല്ല പറഞ്ഞ ദൂരദർശന്റെ ലോയൽ എംപ്ലോയി എന്ന് പറഞ്ഞ ഒരു വലിയ അപ്പൊ ഇനിയിപ്പം ഇതേപോലെ ചേച്ചി പറഞ്ഞ പോലെ ഒരു പാഷനായിട്ട് എനിക്ക് ന്യൂസ് റീഡിങ് ഒരു പാഷനായിട്ട് മീൻസ് എനിക്ക് റീഡ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരോട് ചേച്ചിയുടെ ഒരു മെസ്സേജ് എന്തായിരിക്കും? ഇപ്പൊ പിന്നെ ആക്ച്വലി റീഡിങ് അല്ലല്ലോ, അതൊരു പ്രസന്റേഷൻ, അത് തീർച്ചയായിട്ടും അത് മാറണം എന്ന് എനിക്കിപ്പോഴും ആഗ്രഹമുണ്ട്. കുറച്ചും കൂടി നമ്മളൊരു പ്രസന്റേഷൻ സ്റ്റൈലിലോട്ട് മാറണം എന്നുള്ളൊരു ഇതുണ്ട് എന്തായാലും. തീർച്ചയായും അത് ആ കാര്യത്തിൽ എന്തായാലും ബാക്കിയുള്ള ചാനൽ എനിക്ക് ഇഷ്ടമാണ്, ഒരു പ്രസന്റേഷൻ രീതി എന്ന് പറയുന്നത്. പുതിയ വരുന്നവരുടെ എനിക്ക് പറയാം, ഞാൻ പല ചാനലും കാണുമ്പോൾ തോന്നുന്നു വെച്ചാല് പലർക്കും ഒരു എന്നാലും പറയാം ജനറൽ നോളജ് വളരെ കുറവാണെന്നുള്ള എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം വളരെ നമ്മളിപ്പോൾ ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ഇത് മാത്രമല്ല, ന്യൂസ് എന്നുള്ളതിന്റെ അർത്ഥം തന്നെ അതല്ലല്ലോ, ഒരു പൊളിറ്റിക്കൽ ഇത് മാത്രമല്ല. അത് തന്നെയും പലരും പൊളിറ്റിക്കൽ, ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു കാര്യം പറയുന്നു, ഇതിന്റെ ഒരു കുറച്ച് ബാക്കിലോട്ടൊരു ഹിസ്റ്ററി ചോദിച്ചാൽ പലർക്കും അറിയില്ല. എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പം സിനിമ ആയാലും സ്പോർട്സ് ആയാലും സംഗീതം ആയാലും ഇപ്പം എല്ലാ ഫീൽഡിലെയും അറ്റ്ലീസ്റ്റ് കുറച്ച് ലെജൻഡ്സ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ടുള്ള അറിവുകളെങ്കിലും. എനിക്ക് തോന്നുന്നു അത് കുറെ കൂടെ റീഡിംഗ് ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനൊന്നും കൂടെ വേറെ ഒന്നും ഇല്ലെങ്കിലും ന്യൂസ് പേപ്പറിന്റെ എല്ലാ പേജുകളും വായിച്ചാൽ തന്നെ അതെ നമുക്ക് ഇതിനോട് എല്ലാത്തിനോടും ഒരു ജനറൽ അവയർനെസ് നമുക്ക് എല്ലാത്തിനെ പറ്റിയും കിട്ടും. പിന്നെ ഇപ്പോഴും ഇപ്പൊ ഈ നമ്മുടെ ഈ പ്രൈം ടൈം ചിലർക്ക് ഭയങ്കര ഒരു ഗിമിക്കായിട്ട് തോന്നിയിട്ടുണ്ട്. ഭയങ്കര നമുക്ക് എന്താ പറയാ ടു ദ പോയിന്റ് അല്ലാണ്ട് ഭയങ്കരമായിട്ട് കാര്യങ്ങൾ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് ഇത് ന്യൂസ് അല്ല നമ്മള്, കാരണം നമ്മൾ കേട്ടിട്ടുള്ള ന്യൂസ് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് ന്യൂസ് ആണ്.
അതല്ലാണ്ട് ഭയങ്കര ഗിമിക്സ് ഒക്കെ കൊണ്ടുവന്ന് മീൻസ് അത് ഒരു മോർ ഓഫ് ഒരു ന്യൂസിനെക്കാട്ടും ഒരു ഓഡിയൻസ് അട്രാക്ടിങ് ഒക്കെ ഞാൻ തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഓക്കെ അത് അതിന്റെ ആവശ്യമുണ്ടോ? എന്റെ അഭിപ്രായത്തിലില്ല. പിന്നെ ഡിബേറ്റുകളൊക്കെ നല്ലതാണ്, പക്ഷെ ഡിബേറ്റുകളുടെ നമ്മൾ പലപ്പോഴും കാണുമ്പോഴും അതിന്റെ അങ്ങ് അതിര് വിട്ട് അതങ്ങൊരു എന്താ പറയാ, ഇപ്പൊ വന്നു ഇപ്പൊ ഡിബേറ്റ് കാണുമ്പോൾ ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥയായിട്ടുണ്ട് നമുക്ക്. ഈ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ഒക്കെ അല്ലേ, ബട്ട് അതിലൊക്കെ എനിക്ക് തോന്നുന്നു ദൂരദർശനില് സ്ട്രിക്റ്റ് ഒരു റൂൾസും കാര്യങ്ങളും, പാർലമെന്ററി ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഈ ഡിബേറ്റുകളിൽ പോലും നമ്മൾ ഒട്ടും ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ സംസാരിക്കുന്നില്ല, അഥവാ വരുന്നവർ സംസാരിച്ചാലും അപ്പൊ തന്നെ അത് ആങ്കർ അത് വേണ്ട എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മൾ അതുകൊണ്ട് ഒരിക്കലും അതിര് വിട്ടിട്ട് നമ്മുടെ ഡിബേറ്റുകളിലാണെങ്കിലും പോവില്ല. എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ വേറെ? ഇപ്പൊ ഒന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ട്രാവൽ ആക്ച്വലി എനിക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് നോർത്ത് ഈസ്റ്റ് ഹിമാലയ ഒക്കെ ആഗ്രഹമുണ്ട്, അറിയില്ല. ഫാമിലി എന്നൊന്നും പറഞ്ഞില്ല ചേച്ചി, അപ്പൊ എങ്ങനെയാണ് ബോണ്ടിങ്? മക്കൾ? എനിക്ക് ഒരു മകളേ ഉള്ളൂ, മകള് RJ ആണ്. അപ്പം അറിയാം നമുക്ക് അതിനുള്ള എന്താ പറയാ ഫുൾ സ്പിരിറ്റ് ആൻഡ് കോൺഫിഡൻസ് എവിടുന്നാണ് എന്ന്. പിന്നെ എന്റെ ഭർത്താവാണ് ദൂരദർശനിൽ തന്നെ ആയിരുന്നു, അതെ. അത് കഴിഞ്ഞ് അവിടെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിട്ട് റിട്ടയർ ചെയ്തു. ചേച്ചി ആ ടൈമില് കുറച്ച് നിങ്ങളൊരു സെലിബ്രിറ്റി സർക്കിൾ തന്നെയായിരുന്നു അല്ലെ? മായ ചേച്ചി ഉണ്ട്, ആളുകൾ. അപ്പൊ ഇപ്പൊ നിങ്ങളായിട്ടുള്ള ഒരു ബോണ്ടിങ് എങ്ങനെയാണ്? എല്ലാരും ഇൻ ടച്ച് ആണോ? ലൈക്ക് അവർ പലരും പല ചാനൽസിലും ഇപ്പോൾ വർക്ക് ചെയ്യണത്, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്, ഫസ്റ്റ് ദൂരദർശനിൽ വർക്ക് ചെയ്ത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ശരിക്കും പറഞ്ഞാൽ ഇല്ല കേട്ടോ. ഞങ്ങള് ഇപ്പം കുറച്ചു കാലമായിട്ട് ഞങ്ങളൊക്കെ ടച്ച് ഇല്ല. പക്ഷെ ഈ പറയുന്ന പോലെ ശരിക്കും ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ടതാണ്. ഉടനെ തന്നെ ഒരു ഗ്രൂപ്പ്, ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ചേച്ചി ഇത്രയും നേരം ഞങ്ങളുടെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് സോ നൈസ് മീറ്റിംഗ് യു ആൻഡ് ടോക്കിംഗ് ടു യു. എനിക്കും വളരെ സന്തോഷം, വളരെ കാഷ്വലായി സംസാരിക്കാൻ സാധിച്ചില്ല. താങ്ക് യു.